നമസ്കാരം. എല്ലാവർക്കും പ്ലസ് ടു ഹിസ്റ്ററിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന പ്ലസ് ടു ഹിസ്റ്ററി മൂന്നാമത്തെ ചാപ്റ്ററായ കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ്, ഏർലി സൊസൈറ്റീസ് സി 600 BC ടു 600 CE. ആദ്യകാലത്തുണ്ടായില്ല എല്ലാ ഏർലി സൊസൈറ്റീസ് 600 BC മുതൽ 600 CE വരെയുള്ള കാലഘട്ടം, BC മുതൽ AD വരെയുള്ള കാലഘട്ടത്തിനകത്തുണ്ടായിരുന്ന ഏർലി സൊസൈറ്റീസ്, ആദ്യകാല സമൂഹത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിനകത്തുള്ള കിൻഷിപ്പ്, ബന്ധുത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, കാസ്റ്റ് ജാതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ക്ലാസ് വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരുന്നു സമൂഹത്തെ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് ആ കാലഘട്ടത്തിലുണ്ടായെന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ കൂടെ പഠിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ലൈഫിൽ രാഷ്ട്രീയപരവും അതിനോടൊപ്പം തന്നെ എന്താണ് സാമ്പത്തികപരവുമായിട്ടുള്ള ചേഞ്ചസ്, വ്യത്യാസങ്ങൾ 6-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള, അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ട് BC മുതൽ 6-ാം നൂറ്റാണ്ട് AD വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാമ്പത്തിക വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ആദ്യകാല ഇന്ത്യൻ സൊസൈറ്റീസിനെ ബാധിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഡിസ്കസ് ഇഷ്യൂസ് ഇൻ സോഷ്യൽ ഹിസ്റ്ററി ഇൻക്ലൂഡിംഗ് ക്ലാസ്, കാസ്റ്റ്, കിൻഷിപ്പ് ആൻഡ് ജെൻഡർ. അതിനോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, സമൂഹത്തിലുള്ള സോഷ്യൽ ഹിസ്റ്ററിക്കകത്തുള്ള ക്ലാസ് വർഗത്തെക്കുറിച്ച്, കാസ്റ്റ് ജാതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ബന്ധുത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ജെൻഡർ അല്ലെങ്കിൽ എന്താണ് ആണാണോ പെണ്ണാണോ അങ്ങനെയുള്ള ഒരു ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ദെൻ ആൾസോ ഇൻട്രൊഡ്യൂസ് ഹൗ ടെക്സ്റ്റൽ ട്രഡീഷൻസ് ഹൗ ബീൻ യൂസ്ഡ് ബൈ ഹിസ്റ്റോറിയൻസ് ടു റീകൺസ്ട്രക്ട് ദ സോഷ്യൽ ഹിസ്റ്ററി. സോഷ്യൽ ഹിസ്റ്ററിയെ രൂപപ്പെടുത്താനായിട്ട് ടെക്സ്റ്റൽ ട്രഡീഷൻസ്, പുസ്തകങ്ങളുടെ രൂപത്തിലുള്ള ട്രഡീഷൻസ്, അല്ലെങ്കിൽ എന്താണ് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന എപ്പിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അതിന് യൂസ്ഫുൾ ആയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. നമ്മൾ പൊളിറ്റിക്കലുള്ള കാര്യങ്ങളും എക്കണോമിക്കുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ദെൻ പില്ലേഴ്സിനകത്തുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷൻസ്, പിന്നെ കുറേ ടെക്സ്റ്റൽ സോഴ്സ്, ഇതൊക്കെ കഴിഞ്ഞ പാഠഭാഗത്തിനകത്തുള്ള നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതിനോട് ഈ പാഠഭാഗത്തിനകത്ത് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റൽ ട്രഡീഷൻസിനെയാണ്, അല്ലെങ്കിൽ എന്താണ് പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ സാഹിത്യ രൂപത്തിലോ ഒക്കെ എഴുതിയിരുന്ന ടെക്സ്റ്റൽ ട്രഡീഷൻസ് എങ്ങനെയാണ് നമുക്ക് ചരിത്രം പുനഃസൃഷ്ടിക്കാനായിട്ട് ഉപയോഗിച്ചത്, സോഷ്യൽ ഹിസ്റ്ററി ഉണ്ടാക്കാൻ ഉപയോഗിച്ചതെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കുക, ആറാം നൂറ്റാണ്ട് മുതൽ BC 6-ാം നൂറ്റാണ്ട് വരെ ഉള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് നോക്കുന്നത് ടെക്സ്റ്റൽ ട്രഡീഷൻസിനെയാണ്. നമ്മൾ ഈ പറഞ്ഞ ഈ പുസ്തക രൂപത്തിലുള്ള ട്രഡീഷൻസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കുക. ഹിസ്റ്റോറിയൻസ് യൂസ്ഡ് ടെക്സ്റ്റൽ ട്രഡീഷൻസ് ടു അണ്ടർസ്റ്റാൻഡ് ചേഞ്ചസ് ഇൻ പോളിറ്റി ആൻഡ് എക്കോണമി. സോഷ്യൽ ഹിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ പോളിറ്റി, എക്കോണമി തുടങ്ങിയ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കുന്നുണ്ട്, ടെക്സ്റ്റൽ ട്രഡീഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. സം ടെക്സ്റ്റ് ലേ ഡൗൺ നോംസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ. ചില ടെക്സ്റ്റുകളിൽ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, നോംസ് ഓഫ് സോഷ്യൽ ബിഹേവിയർ, ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറയുന്ന കുറച്ച് നോംസ്, കുറച്ച് ഐഡിയാസ് നമുക്ക് തരുന്നുണ്ട്. അതേഴ്സ് ഡിസ്ക്രൈബ് ആൻഡ് ഒക്കേഷണലി കമൻറ്റ് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻസ് ആൻഡ് പ്രാക്ടീസസ്. ചില പുസ്തകങ്ങളിലാണെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇറ്റ് ഡിസ്ക്രൈബ് ആൻഡ് ഒക്കേഷണലി കമൻറ്റ്, അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ചില ഭാഗങ്ങളിൽ പറഞ്ഞു പോകുന്നുള്ളതാണ് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻസ്, സമൂഹത്തിലുണ്ടായിരുന്ന സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രാക്ടീസസ്, അതിനകത്ത് നടപ്പിലാക്കിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച്, സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സമൂഹത്തിലുണ്ടായിരുന്ന സിറ്റുവേഷൻസിനെ, അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട് സാധിക്കും. ടെക്സ്റ്റുകൾ അനലൈസ് ചെയ്യുമ്പോഴേക്ക് പഠിക്കാനായിട്ട് സാധിക്കും. വി ക്യാൻ ക്യാച്ച് എ ഗ്ലിംപ്സ് ഓഫ് സം സോഷ്യൽ ആക്ടേഴ്സ് ഫ്രം ഇൻസ്ക്രിപ്ഷൻസ്. ഇനി നമ്മൾ ഇൻസ്ക്രിപ്ഷൻസ് നോക്കുമ്പോഴേക്കും ഇൻസ്ക്രിപ്ഷൻസിനകത്ത് നിന്ന് നമുക്ക് ചെറിയ സൂചനകൾ കിട്ടുന്നുണ്ട്. എന്തിനെക്കുറിച്ചാണ്, ഗ്ലിംപ്സ് ഓഫ് സം സോഷ്യൽ ഫാക്ടേഴ്സ്. ഈ പറയുന്ന സമൂഹത്തിനകത്തുണ്ടായിരുന്ന ചില ഫാക്ടേഴ്സിനെയോ അല്ലെങ്കിൽ സമൂഹത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം, ഇൻസ്ക്രിപ്ഷൻസും ഉപയോഗിക്കാം. ഈച്ച് ടെക്സ്റ്റ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻ വാസ് റിട്ടൺ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് സം സോഷ്യൽ കാറ്റഗറീസ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആയാലും ഇൻസ്ക്രിപ്ഷൻസ് ആയാലും എഴുത്തുപരമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിച്ച് വാസ് റിട്ടൺ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് സം സോഷ്യൽ കാറ്റഗറീസ്. ഇതെല്ലാം എഴുതപ്പെടുന്നത് സമൂഹത്തിലെ ചില കാറ്റഗറീസിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താധാരയിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ എഴുതുന്ന, അല്ലെങ്കിൽ ഞാനൊരു ടെക്സ്റ്റ് എഴുതുകയാണെങ്കിൽ അതിനകത്ത് എന്നെ സ്വാധീനിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ എന്നെ സ്വാധീനിക്കുന്ന സംഭവങ്ങളോ എന്നെ സ്വാധീനിക്കുന്ന വർഗത്തെക്കുറിച്ചോ ആയിരിക്കും ഞാൻ കൂടുതലായിട്ട് എഴുതുന്നത്. എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് തോന്നാത്തോ അല്ലെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഞാൻ ഒഴിവാക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ഹൂ കമ്പോസ് ഇറ്റ് ആൻഡ് ഫോർ ഹൂം. ഈ പറയുന്ന ഇൻസ്ക്രിപ്ഷൻസോ ടെക്സ്റ്റുകളോ ആരെഴുതിയെന്നും ആർക്ക് വേണ്ടി എഴുതിയെന്നും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
ഇപ്പോൾ നമ്മൾ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ പാഠഭാഗത്തിനകത്ത് പ്രയാഗ പ്രശസ്തി എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് പ്രയാഗ പ്രശസ്തിയുടെ പ്രത്യേകത? സമുദ്രഗുപ്തൻ്റെ കോർട്ടുപോയിട്ടായിരുന്ന ഹരിസേന സമുദ്രഗുപ്തനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന സാധനമാണ് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അതായത് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനകത്ത് സമുദ്രഗുപ്തൻ നടത്തിയ ആക്രമണങ്ങളും ഏതൊക്കെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു, ഏതൊക്കെ പ്രദേശങ്ങളെ ഭരണം നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇയോളജിക്കലായിട്ട് അല്ലെങ്കിൽ കൂടുതൽ അയാളെ പൊക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്ന സാധനമാണ് അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് കാര്യമായിട്ട് സൊസൈറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആര് കമ്പോസ് ചെയ്തു, ആർക്ക് വേണ്ടി കമ്പോസ് ചെയ്തു, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. സോഷ്യൽ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോഴേക്കും നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ സമൂഹത്തിലെ എല്ലാ ശ്രേണിയിൽപ്പെടുന്ന ആൾക്കാരെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് സോഷ്യൽ ഹിസ്റ്ററിയുടെ സോഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിനകത്ത് പല തരത്തിലുള്ള ടെക്സ്റ്റൈൽ സോഴ്സസ് ഉപയോഗിച്ചാൽ മാത്രമേ സൊസൈറ്റിയിലെ പല വിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കൂ. ഇപ്പം നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിനകത്ത് അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യം എങ്ങനെ ഭരിക്കണം, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഭരണ സംവിധാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ പലതരത്തിലുള്ള ടെക്സ്റ്റൈൽ സോഴ്സസ് നമ്മൾ യൂസ് ചെയ്യണം. വി ഓൾസോ നീഡ് ടു കൺസിഡർ ദ ലാംഗ്വേജ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആൻഡ് എ വേസ് ഇൻ വിച്ച് ഇറ്റ് സർക്കുലേറ്റഡ്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലാംഗ്വേജ് നോക്കണം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് എഴുതിയിരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന സാൻസ്ക്രിറ്റ് വർക്കുകളായിരുന്നു, സംസ്കൃത ഭാഷയായിരുന്നു. പക്ഷേ സംസ്കൃത ഭാഷയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരുടെ ഭാഷയിൽ, അത് വരേണ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ എലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഭാഷയാണ് എന്ന് പറയുന്നത്. സംസ്കൃതം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭാഷകളെന്ന് വെച്ചാൽ പാലി, പ്രാകൃതം തുടങ്ങിയ ഭാഷകളാണ്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിലെ ബുദ്ധ ജൈനമത ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാം സാധാരണ ആൾക്കാരുടെ റീജിയണൽ ലാംഗ്വേജസിൽ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പാലി, പ്രാകൃതം തുടങ്ങിയ ഭാഷകൾ എഴുതപ്പെട്ടതായിരിക്കാം. അതേസമയം നമ്മൾ മഹാഭാരതം, രാമായണം തുടങ്ങിയ അങ്ങനെയുള്ള എപ്പിക്കുകളൊക്കെ നോക്കുമ്പോഴേക്കും അതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, സാൻസ്ക്രിറ്റ് വേഴ്സസ് ആണെങ്കിൽ സംസ്കൃത ഭാഷയാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റൈൽ സോഴ്സ് ഉപയോഗിക്കുമ്പോഴേക്കും അത് ഏതൊക്കെ രീതിയിൽ എഴുതപ്പെട്ടതാണെന്ന് നോക്കണം, ദെൻ അത് ഏത് ലാംഗ്വേജിൽ എഴുതപ്പെട്ടു, ദെൻ ഹൗ ഇറ്റ് സർക്കുലേറ്റ്, ഇതെങ്ങനെ സർക്കുലേറ്റ് ചെയ്തു, ആൾക്കാർക്കിടയിൽ എത്രത്തോളം ആൾക്കാർക്കിടയിൽ ഈ സാധനം എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരത് വായിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് മഹാഭാരതം. നമ്മുടെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ തരുന്നൊരു ബുക്കാണ് എന്ന് പറയുന്നത്, ബുക്കല്ല ഒരു എപ്പിക്കാണ് എന്ന് പറയുന്നത് മഹാഭാരതം എന്ന് പറയുന്നത്. മഹാഭാരതത്തിൻ്റെ സെൻട്രൽ സ്റ്റോറിയിലേക്ക് നമുക്ക് പോകാം. ദ കൊളോസൽ എപ്പിക് മഹാഭാരത ഡെപിക്ട്സ് എ വൈഡ് റേഞ്ച് ഓഫ് സോഷ്യൽ കാറ്റഗറീസ് ആൻഡ് സിറ്റുവേഷൻസ്. ഈ പറയുന്ന വിശാലമായിട്ടുള്ള എപ്പിക്കാണ് മഹാഭാരതം, നമുക്കറിയാം. ഇറ്റ് ഡെപിക്ട്സ് വൈഡ് റേഞ്ച് ഓഫ് സോഷ്യൽ കാറ്റഗറീസ്. ഇത് നമുക്ക് എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എ വൈഡ് റേഞ്ച് ഓഫ് സോഷ്യൽ കാറ്റഗറീസ്, സമൂഹത്തിലെ പല പല കാറ്റഗറിയെക്കുറിച്ച് മനസ്സിലാക്കാനും സിറ്റുവേഷൻസ്, സാമൂഹിക വ്യവസ്ഥിതികളെക്കുറിച്ച് മനസ്സിലാക്കാനും മഹാഭാരതം നമ്മളെ സഹായിക്കുന്നു. അല്ലെങ്കിൽ മഹാഭാരതത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മഹാഭാരത, ലൈക്ക് എനി അതർ എപ്പിക്, കണ്ടെയ്ൻസ് വിവിഡ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ബാറ്റിൽസ്, ഫോറസ്റ്റ്, പാലസസ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ്. മഹാഭാരതവും മറ്റുള്ള എപ്പിക്കുകളെ പോലെ തന്നെ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, ബാറ്റിൽസ്, യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഫോറസ്റ്റിനെ കുറിച്ച്, അതായത് ആ പ്രദേശങ്ങളിലുണ്ടായിരുന്ന കാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്, പാലസസ്, കൊട്ടാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സെറ്റിൽമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ആവാസ വ്യവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം ബാറ്റിൽസിൽ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ബാറ്റിൽസ് രാജാവിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, രാജ്യത്തിനകത്തുള്ള യുദ്ധത്തിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഫോറസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫോറസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. പാലസസ് ആണെങ്കിൽ അതിനകത്തുള്ള ബാക്കിയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരെക്കുറിച്ച്, രാജാവിനെക്കുറിച്ച് രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല അവിടെയുള്ള ഓരോ ആൾക്കാരെക്കുറിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. സെറ്റിൽമെൻറ്റ്, ബാക്കിയുള്ള ആൾക്കാർ എവിടെ താമസിച്ചു അല്ലെങ്കിൽ ആ രാജ്യത്തിനകത്ത് എവിടെയൊക്കെ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ഒരു സോഷ്യൽ ഹിസ്റ്ററിയുടെ ഏകദേശം ഒരു ഔട്ട്ലൈൻ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും, മഹാഭാരതത്തിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ സെൻട്രൽ സ്റ്റോറി ഓഫ് മഹാഭാരത ഈസ് എബൌട്ട് ടു സെറ്റ് ഓഫ് വാറിംഗ് കസിൻസ്. നമുക്കറിയാം മഹാഭാരതത്തിലെ ഒരു സെൻട്രൽ തിയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ്, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. ടു സെറ്റ്സ് ഓഫ് വാറിംഗ് കസിൻസ്, ബന്ധുക്കളായിട്ടുള്ള രണ്ട് ഗ്രൂപ്പ്, പാണ്ഡവാസും കൗരവാസും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് മഹാഭാരതം എഴുതിയിരിക്കുന്നത്. ഡിസ്ക്രൈബ്സ് എ ഫ്യൂഡ് ഓവർ ലാൻഡ് ആൻഡ് പവർ. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്, ലാൻഡിനും പവറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അധികാരത്തിനും രാജ്യത്തിനും വേണ്ടിയിട്ടുള്ള യുദ്ധമായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത്. There were the Kauravas and Pandavas who belonged to a single ruling family of the Kurus, a lineage dominating over one of the Janapadas. നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്തിനകത്ത് പഠിച്ചിട്ടുണ്ട്, ജനപദങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ. അതിനകത്തുള്ള മഹാജനപദങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് കുരു എന്ന് പറയുന്നത്. ആ പറയുന്ന കുരു എന്ന് പറയുന്ന ഒരു ലീനിയേജിനകത്തുള്ള അങ്ങനെ ഒരു ഗോത്രത്തിനകത്ത് പെടുന്ന അങ്ങനെ ഒരു ജനപദ ഗ്രൂപ്പിനകത്ത് പെടുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് കൗരവാസും പാണ്ഡവാസും.
കൗരവ പാണ്ഡവാസ് എന്ന് വെച്ചാൽ ഒരൊറ്റ ലീനിയേജ്, കുരൂസ് എന്ന് പറഞ്ഞ ഒറ്റ ലീനിയേജിനകത്ത് അല്ലെങ്കിൽ ഒറ്റ ബന്ധുത്വത്തിനകത്ത് വരുന്ന ഒരു ഗ്രൂപ്പാണ് എന്ന് പറയുന്ന കൗരവ പാണ്ഡവാസ് എന്ന് പറയുന്നത്. അവർ തമ്മിലുള്ള പരസ്പര യുദ്ധത്തിൻ്റെ കഥയാണ് മഹാഭാരതം മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കുരു എന്ന് പറയുന്ന ലീനിയേജിനെക്കുറിച്ചും ആ ജനപദയെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറയുന്ന മഹാഭാരതത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ കോൺഫ്ലിക്റ്റ് എൻഡഡ് ഇൻ എ ബാറ്റിൽ ഇൻ വിച്ച് ദ പാണ്ഡവാസ് എമർജ് വിക്ടോറിയസ്. നമുക്കറിയാം യുദ്ധത്തിന് അവസാനം പാണ്ഡവാസ് വിജയിക്കുകയും ആഫ്റ്റർ ദാറ്റ് പാർട്ട്ലീനിയൽ സക്സഷൻ വാസ് പ്രൊക്ലൈംഡ്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഈ യുദ്ധത്തിന് അവസാനം ഒരു ഭരണ സംവിധാനം വന്നു. പാണ്ഡവാസ് വിജയിക്കുകയും അടുത്ത രാജാവായിട്ട് പാണ്ഡവാസിൻ്റെ ഏറ്റവും മൂത്ത പുത്രനായിരുന്ന യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞ ആൾ അധികാരത്തിൽ വരികയും ചെയ്തു. അതായത് പാർട്ട്ലീനിയൽ സക്സഷനാണ്. പാർട്ട്ലീനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പിതൃതായ ക്രമം അല്ലെങ്കിൽ അച്ഛൻ്റെ അനന്തരാവകാശിയായിട്ട് മകൻ വരുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ പാർട്ട്ലീനിയൽ എന്ന് വിളിക്കുന്നത്. ആ ഒരു പാർട്ട്ലീനിയൽ സിസ്റ്റം ഓഫ് സക്സഷൻ എവിടെ ഉണ്ടാകുകയും ചെയ്തു? ഈ മഹാഭാരതത്തിനകത്ത് ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ആ സമയത്ത് പാർട്ട്ലീനിയൽ സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിരുന്ന മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം? ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ജനപദാസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കാം, ലാൻഡിനെയും പവറിനെയും കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കാം, ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് പീപ്പിളിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, പിന്നെ കിങ്ഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, പിന്നെ സക്സഷനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ടെക്സ്റ്റൈൽ സോഴ്സ് ഉപയോഗിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ടെക്സ്റ്റൈൽ സോഴ്സായ മഹാഭാരതയെ അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ എഡിഷൻ ഉണ്ടായി. ക്രിട്ടിക്കൽ വെച്ചാൽ അതിനെ വിശകലനം ചെയ്ത് വിമർശകാത്മകമായിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു മഹാഭാരതം എന്ന് പറഞ്ഞ ടെക്സ്റ്റിനെ കറക്റ്റായിട്ടൊന്ന് വിമർശിച്ചു കൊണ്ടുള്ള അതിനെ കറക്റ്റായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്നൊരു വർക്ക് ചെയ്ത് BS സുക്താങ്കർ എന്ന് പറഞ്ഞ ആളാണ്. BS സുക്താങ്കർ ആൻഡ് ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് ദ മഹാഭാരത. മഹാഭാരതത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ എഡിഷൻ ഫോം ചെയ്യുന്ന ആരാണ്? BS സുക്താങ്കർ എന്ന് പറഞ്ഞ ആളാണ്. ദി ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരത വാസ് പ്രിപ്പയർഡ് ബൈ എ ടീം ഓഫ് സ്കോളേഴ്സ് ഓഫ് ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ ഇൻ 1919. 1919 ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു പൂനെയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന മഹാഭാരതത്തിന് ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കാനായിട്ട് തീരുമാനിച്ചത്. ഇറ്റ് വാസ് ലെഡഡ് ബൈ VS സുക്താങ്കർ, എ സാൻസ്ക്രിറ്റ് സ്കോളർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാൻസ്ക്രിറ്റ് സ്കോളറായിരുന്ന VS സുക്താങ്കർ എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം സ്കോളേഴ്സ് എവിടെ ഉണ്ടായിരുന്നതെന്ന് ഭണ്ഡാർക്കർ ഓറിയന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലുണ്ടായിരുന്ന ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കൂട്ടം സ്കോളേഴ്സ് സുക്താങ്കർ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യപ്പെട്ടു? ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ദ ടീം കളക്റ്റഡ് സാൻസ്ക്രിറ്റ് manuscript of the text written in various scripts from different parts of the country. ഇവരെന്ത് ചെയ്യപ്പെട്ടു? മാനുസ്ക്രിപ്റ്റുകൾ കളക്ട് ചെയ്തു. അതിനകത്ത് സാൻസ്ക്രിറ്റ് ഉണ്ടായിരുന്നു, പല ഭാഷകളിൽ എഴുതപ്പെട്ട അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാൻസ്ക്രിറ്റ് മാനുസ്ക്രിപ്റ്റ് ഓഫ് ദ ടെക്സ്റ്റ് റിട്ടൺ ഇൻ വേരിയസ് സ്ക്രിപ്റ്റ്, പല ഭാഷകളിൽ പല ലിപികളിൽ എഴുതിയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകൾ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇന്ത്യയിൽ മൊത്തമായിട്ട് സഞ്ചരിക്കുകയും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ടായിരുന്ന മഹാഭാരതത്തിൻ്റെ പല സ്ക്രിപ്റ്റുകൾ, പല ലിപികളിൽ എഴുതിയ സ്ക്രിപ്റ്റുകൾ ഇവർ കണ്ടെടുക്കുകയും ചെയ്തു എന്ന് പറയാം. ദേ കമ്പയർഡ് ദ വേഴ്സസ് ഫ്രം ഈച്ച് മാനുസ്ക്രിപ്റ്റ്. അവരെന്ത് ചെയ്യപ്പെട്ടു? ഈ കൊണ്ടുവന്ന വർക്കുകളെല്ലാം കമ്പയർ ചെയ്ത് വായിച്ചു തുടങ്ങി. ഫൈനലി ദേ സെലക്ട് വേഴ്സസ് ദാറ്റ് അപ്പിയർഡ് കോമൺ ടു മോസ്റ്റ് വേർഷൻ. എല്ലാ വേർഷനിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഓലകളെല്ലാം അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഏരിയാസ് മൊത്തം അവർ സെലക്ട് ചെയ്ത് മാറ്റുകയും ചെയ്തു. ആ വേഴ്സസ്, ആ വരികൾ മാറ്റിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു സാൻസ്ക്രിറ്റിലും പല രീതിയിൽ എഴുതുന്ന വർക്കുകൾ കളക്ട് ചെയ്തു. ഇന്ത്യയിൽ ഒട്ടനേകം വർക്കുകളുണ്ടായിരുന്നു. അത്രയും വർക്കുകളും കൊണ്ടുവരികയും അതിനെ വ്യക്തമായിട്ട് എല്ലാം കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന വേഴ്സസിനെല്ലാം അദ്ദേഹം അവർ എന്ത് ചെയ്യപ്പെട്ടു? അതിനെ പുറത്തെടുക്കുകയും ചെയ്തു. ദേ പബ്ലിഷ്ഡ് ദീസ് വേഴ്സസ് ഇൻ സെവറൽ വോളിയൂംസ് ഇൻ 13,000 പേജസ്. ഈ പറയുന്ന വേഴ്സസിനെല്ലാം കൂടെ മഹാഭാരതത്തിൻ്റെ പുതിയ വേർഷനായിട്ട് ഇറക്കിയും അത് 13,000 പേജസ് ഉണ്ടായിരുന്നു. 13,000 പേജസ് ആയിട്ട് പല വോളിയൂംസ് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. There were several common elements in Sanskrit's version of the story. ഒരുപാട് കോമൺ എലമെൻറ്റ്സ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കുറേ കാര്യങ്ങൾ നോക്കിയപ്പോഴേക്കും, കുറേ വർക്കുകൾ നോക്കിയപ്പോഴേക്കും അതിനകത്തെല്ലാം കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് അതാണ് നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ പറഞ്ഞ മഹാഭാരതത്തിൻ്റെ പുതിയ വേർഷനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ there were several common elements in Sanskrit versions of story. സ്റ്റോറിയുടെ സാൻസ്ക്രിറ്റ് വേർഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എനോർമസ് റീജിയണൽ വേരിയേഷൻസ് വെർ ഓൾസോ ഫൗണ്ട്. ഇതിനോടൊപ്പം തന്നെ എന്താണ്? റീജിയണൽ വേരിയേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ചില ഓരോ പ്രദേശങ്ങളിൽ പറയപ്പെടുന്ന സ്റ്റോറീസിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. ദ വേരിയേഷൻസ് ഓഫ് മഹാഭാരത റിഫ്ലക്ട് ദ കോംപ്ലക്സ് പ്രോസസ് ദാറ്റ് ഷേപ്ഡ് social histories through dialogues between dominant traditions and resilient local ideas and practices characterized by moments of conflict as well as consensus.
നമ്മൾ ഈ വേരിയേഷൻസ് മഹാഭാരതത്തിൻ്റെ വേരിയേഷൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ദ കോംപ്ലക്സ് പ്രോസസ്സ്, അതൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സിനെയാണ് കാണിക്കുന്നത്. ദാറ്റ് ഷേപ്ഡ് സോഷ്യൽ ഹിസ്റ്ററീസ് ത്രൂ ഡയലോഗ്സ് ബിറ്റ്വീൻ ഡോമിനൻറ്റ് ട്രഡീഷൻ ആൻഡ് റീസെലൻറ്റ് ലോക്കൽ ഐഡിയാസ്. എന്തിനൊക്കെയാണ് ലോക്കൽ ഹിസ്റ്ററീസിൻ്റെ ഒരു എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്തുണ്ടായിരുന്ന ത്രൂ ദ ഡയലോഗ് ബിറ്റ്വീൻ ഡോമിനൻറ്റ് ട്രഡീഷൻസ്, ഇന്ത്യയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ട്രഡീഷൻസ് വിശ്വാസങ്ങളെയും അതിനോടൊപ്പം തന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ റീസെലൻ്റ് എന്ന് വെച്ചാൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നിൽക്കുന്ന ലോക്കൽ ഐഡിയാസും തമ്മിലുള്ളൊരു ഡയലോഗ്സാണ്, തമ്മിലുള്ളൊരു സംവാദത്തിൻ്റെ രൂപത്തിലാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മഹാഭാരതത്തിൻ്റെ വേരിയേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാൻ പറ്റും, അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള സോഷ്യൽ ഹിസ്റ്ററി, ആ കാലഘട്ടങ്ങളിലുണ്ട് സാമൂഹികമായിട്ടുള്ള ചരിത്രത്തെ അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് റിഫ്ലക്ട് ദ കോംപ്ലക്സ് പ്രോസസ് ദാറ്റ് ഷേപ്ഡ് സോഷ്യൽ ഹിസ്റ്ററീസ് ത്രൂ ഡയലോഗ് ബിറ്റ്വീൻ ഡോമിനൻറ്റ് ട്രഡീഷൻസ് ആൻഡ് റീസെലൻറ്റ് ലോക്കൽ ഐഡിയാസ്. ലോക്കൽ ഐഡിയാസിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ലോക്കൽ ഐഡിയാസും പിന്നെ ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രഡീഷൻസും തമ്മിലുള്ള ഒരു ചർച്ചയായിട്ട്, ഒരു ഡയലോഗായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. ആൻഡ് പ്രാക്ടീസസ് ക്യാരക്ടറൈസ്ഡ് ബൈ മൊമെൻറ്റ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ആസ് വെൽ ആസ് കൺസെൻസസ്. അതിനകത്ത് എന്തിനെക്കുറിച്ച്, കോൺഫ്ലിക്റ്റുകളെക്കുറിച്ച്, തർക്കങ്ങളെക്കുറിച്ചും പിന്നെ കൺസെൻസസ് പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, മഹാഭാരതത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ വേർഷൻ ഉണ്ടാക്കിയപ്പോഴേക്കും അതിനകത്ത് സാമ്യങ്ങളും ഉണ്ടായിരുന്നു, അതിലേറെ റീജിയണൽ വേരിയേഷൻസ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.